അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഡൽഹിയിൽ വന്നിട്ടുള്ള അടുത്ത ഒരു വണ്ടി നമുക്ക് നോക്കേണ്ടത് ടൊയോട്ടയുടെ ഫോർച്യൂണറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോർച്യൂണർ നോക്കി അങ്ങനെ വന്നിട്ടുള്ളത്. ഇതൊരു സിംഗിൾ ആർ സി സിംഗ്ലൂസ് വണ്ടിയാണ്. ഇത് കച്ചവടക്കാരുടെ കയ്യിലല്ല കിടക്കുന്നത്, പാർട്ടിയുടെ കയ്യിലാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ അവരെ വീട്ടിൽ വന്നിട്ട് നമ്മൾ അവിടെ നിന്നാണ് വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കുറേ നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ കച്ചവടക്കാരിൽ നിന്ന് മാത്രമാണോ വീടുകളിൽ നിന്ന് വണ്ടി എടുക്കാറില്ല എന്നിട്ട്. നമ്മൾ വീടുകളിൽ നിന്ന് എടുക്കാറുണ്ട്, കച്ചവടക്കാരിൽ നിന്ന് എടുക്കാറുണ്ട്. ആര് എവിടുന്ന് 10 രൂപ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നമുക്ക് തരുന്നു അവിടുന്ന് മേടിക്കും എന്നുള്ളതാണ് നമ്മുടെ പോളിസി. പിന്നെ ഇവിടുന്ന് കസ്റ്റമറെ കയ്യിൽ നിന്ന് വണ്ടി കിട്ടുക എന്ന് പറയാൻ കുറച്ച് പ്രയാസമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവർ വണ്ടി എക്സ്ചേഞ്ച് അടിക്കുമ്പോൾ തന്നെ ഇവരൊക്കെ അവസ്ഥ പെടാണ്ട് ഈ വീട്ടിലാകെ ഒരു വണ്ടി ഇടാനുള്ള ഒരു പ്ലേസേ ഉള്ളൂ. അതുകൊണ്ട് രണ്ടാമതൊരു വണ്ടി ഇടാനുള്ളൊരു ഇതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു വണ്ടി എടുക്കുന്നതോട് കൂടിയിട്ട് ഈ വണ്ടി ഒന്നെങ്കിൽ ഏതെങ്കിലും പാർക്കാൻ സൈലോ അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഡീലേഴ്സിനെ ഏൽപ്പിച്ച് വളരെ പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുക. അതുകൊണ്ട് അധികം നല്ല വണ്ടി, അതായത് പാർട്ടികളിൽ കിടക്കുന്ന നല്ല ക്വാളിറ്റിയിലെ വണ്ടികൾ നമുക്ക് കച്ചവടക്കാരത്ത് പോയാലും കിട്ടും. അപ്പോൾ അതായത് നമ്മൾ നോക്കി ചെക്ക് ചെയ്താൽ പറഞ്ഞല്ലോ, ഇവിടുന്ന് നല്ല വണ്ടി നമുക്ക് 10 രൂപ കുറച്ച് കിട്ടുന്ന അവിടെ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇത് 2015 4x2 ഓട്ടോമാറ്റിക് ഫോർച്യൂണറാണ്. ഒരു സിംഗ്ലാസ് സിംഗ്ലൂസ് ആണ്. ഏകദേശം 1,39,000 സംതിങ് കിലോമീറ്ററാണ് ഇപ്പോൾ മീറ്ററിൽ റീഡിങ് കാണിച്ചിട്ടുള്ളത്. ലാസ്റ്റ് സർവീസ് ഒരു 3-4 മാസം മുമ്പാണ് പോയിട്ടുള്ളതെന്ന് പറഞ്ഞു. ഫുൾ ഷോറൂം സർവീസിൽ തന്നെയാണ്. ഒരു ഗ്ലാസ് പോലും വണ്ടിക്കകത്ത് റീപ്ലേസ് ഇല്ല. ബാക്കിൽ ഈ ക്വാർട്ടർ പാനലിൻ്റെ അവിടെ ചെറിയതായിട്ടൊരു പെയിൻറ്റ് ടച്ചപ്പ് കാര്യങ്ങൾ ചെറിയൊരു ഡെൻറ്റ് വർക്ക് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതും ഷോറൂം തന്നെയാണ്. അതെന്തോ ചെറിയൊരു സൈഡ് എന്തോ ഗ്യാപ്പ് കൊടുത്ത പൊരുത്തിയതാണെന്ന് പറഞ്ഞു. അത് ഷോറൂമിൽ ചെയ്തിട്ടുണ്ടെന്ന്, അത് ഇസ്രയേലിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വണ്ടിയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു. നമ്മൾ നോക്കാൻ പോകുന്ന വണ്ടി. അപ്പോൾ ഇത് 2015 4x2 ഓട്ടോമാറ്റിക് ആണ്. ഇതിനകത്ത് സിംഗിൾ ആർ സി സിംഗ്ലൂസ് വണ്ടി തന്നെയാണ്. ഒരു ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചില്ല. നിലവിൽ നല്ലൊരു ക്വാളിറ്റി നമുക്ക് പെയിൻറ്റിൻ്റെ വശങ്ങളിലും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണർ തൊട്ടടുത്ത് ഇവിടെ അനീഷുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിത് പ്രൈസ് റേഞ്ച് കാര്യങ്ങൾ എങ്ങനെ ആക്കാൻ പറ്റും എന്താണെങ്കിലും നോക്കുന്നത്. നമ്മൾ ആക്ച്വലി ഒരു ഡീലറാണ് ഇങ്ങോട്ട് പറഞ്ഞിട്ട്. പുള്ളി 10-14 ലക്ഷം രൂപ സംതിങ് ഒക്കെ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു 10-13 രൂപയുടെ ചോടയൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ സംസാരിച്ച് കിട്ടാനൊരു സാധ്യതയുണ്ട്, നമുക്കൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ നമുക്ക് നോക്കാം. കാരണം ആ ഡീലറെ കമ്മീഷനും കാര്യങ്ങളൊക്കെ പോയിട്ട് ലാസ്റ്റ് എങ്ങനെയാവുന്നതിൽ നോക്കാം. അത്യാവശ്യം മൊത്തത്തിൽ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി കാര്യങ്ങൾ നമുക്ക് പുറമെ കണ്ടിട്ടുണ്ട്. ഇനി വണ്ടിയുടെ ഇൻറ്റീരിയറും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പുറമെ കണ്ട ക്വാളിറ്റി എന്താണോ അതിനാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നമുക്ക് നോക്കിയിട്ട് കണ്ട്. ഡാഷ്ബോർഡൊക്കെ കണ്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത്. ഒന്നാമതൊരു സിംഗ്ലേഴ്സ് വണ്ടിയായിട്ട് അതിൻ്റെ ഒരു വൃത്തി കാര്യങ്ങൾ നമുക്ക് കാണാം. അവരാണ് തൊട്ടടുത്ത് കണ്ടോ ഒരു ഹൈ റൈഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. കാരണം ഇത് 2015 ആയല്ലോ. ഇനി അടുത്ത വർഷം കഴിഞ്ഞാൽ വണ്ടിക്ക് ഇവിടെ വാലിഡിറ്റി ഉണ്ടാവില്ല, പിന്നെ അവർക്ക് ഇത് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം പ്രൈസ് റേഞ്ച് കിട്ടുകയാണെങ്കിൽ അവർ കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിനി ഈ വണ്ടി നമ്മളെല്ലാ വണ്ടികളിലും ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പെയിൻറ്റിൻ്റെ ഭാഗം കാര്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് ചെക്ക് ചെയ്ത് തുടങ്ങാം. പിന്നെ മെക്കാനിക്കലി കാര്യങ്ങളൊക്കെ നോക്കി അണ്ടർ ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കസ്റ്റമർക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ നമ്മളിതിൻ്റെ ഹിസ്റ്ററി ഇവർ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നാട്ടിൽ നിന്ന് എടുപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ എന്താണെന്നുള്ളത് ഫൈനലാക്കിയിട്ട് നമുക്കിത് എത്ര റേറ്റിന് കിട്ടും എങ്ങനെ എന്താണെന്നുള്ളത് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, നമ്മളെല്ലാ വണ്ടിയിലും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അതിൻ്റെ പേജിൻ്റെ ഇതിൽ അങ്ങ് തുടങ്ങാം. പെയിൻറ്റിൻ്റെ ഗേജ് നമുക്ക് ചെക്ക് ചെയ്യാം. ഒരേ ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. ചെറിയ ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചുകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഒന്ന് വണ്ടി പോളിഷ് ചെയ്യിപ്പിച്ചാൽ അത് മാറിക്കിട്ടാം എന്ന് നമുക്ക് പറയാം. നല്ല ഇത് തന്നെയാട്ടോ ഇരിക്കുന്നത്. ഓക്കെ, എല്ലാം ഒരേ വേവ് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഡോറിലും പരിക്കുകളോ കാര്യങ്ങളോ തന്നെ നമുക്ക് കാഴ്ചയിലില്ല. അവർ യൂസ് ചെയ്യുന്നതിൻ്റെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ ഞാൻ പറഞ്ഞല്ലോ, അത് മാത്രമേ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. ഇവിടെയൊക്കെ ഒരേ വാല്യൂ തന്നെയാട്ടോ ഇരിക്കുന്നത്. വണ്ടിയുടെ ഒരു ഗ്ലാസും റീപ്ലേസ് അല്ല, അത് നമുക്ക് എടുത്ത് പറയാം. എല്ലാം ഒരേ വാല്യൂ. റൂഫ് ഭാഗവും തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലായിരിക്കുന്നത്. ഇവിടെ തന്നെ ചളുക്കോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും തന്നെ കാണുന്നില്ല. സാധാരണ ഫ്ലാറ്റുകളിലൊക്കെ താഴെ നിർത്തിയ വണ്ടികളിലൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല ചളുക്കും കാര്യങ്ങളും കാണാറുണ്ട്. പിന്നെ ചില വണ്ടികൾ റോഡ് സൈഡ് നിർത്തിയിടുമ്പോൾ തന്നെ പട്ടിയ കാര്യങ്ങളൊക്കെ മേലെ കയറി കിടക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ പരിക്കുകളും ഒക്കെ നമ്മൾ കാണലുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒന്നും തന്നെ നമുക്ക് കാണുന്നില്ല. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് തന്നെ കിട്ടണമെങ്കിൽ നല്ല പ്രയാസമാണ്. നമ്മൾ തന്നെ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഇവരെ വിളിച്ച് അവർ ഗേറ്റ് പാസ്സൊക്കെ തന്ന് ആണ് നമ്മളിതിനകത്തേക്ക് ഒരു ഗേറ്റ് വിട്ടത്. എല്ലാ ഭാഗത്തും ഒരേ വാല്യൂ എന്ന് പറയാം. നമ്മൾ ഇതുവരെ കൊടുത്തതിൽ വെച്ച് നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഫോർച്യൂണർ തന്നെയാണ് ഇതും. ഇവിടെയൊക്കെ ഒരേ വാല്യൂ തന്നെ കേട്ടോ. ഈ ഒരു വശത്ത് ഓക്കെ, ഇവിടെയൊക്കെ ഒരേ ക്വാളിറ്റി തന്നെ നടക്കുന്നത്. ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പുറത്തെ സൈഡിലാണ് ഈ ഒരു സൈഡിൽ ചെറിയ ലെവലിൽ പെയിൻറ്റ് അടച്ചപ്പോൾ വന്നു എന്ന് പറഞ്ഞത്. അതും ഷോറൂമിൽ നിന്ന് ചെയ്തുകൊണ്ട് പെയിൻറ്റിൻ്റെ ഇതാത്ത അളവോ കാര്യങ്ങളൊന്നും തന്നെ വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, ഈ ഒരു സൈഡ് മൊത്തം നമ്മൾ നോക്കി നല്ലൊരു റിസൾട്ട് തന്നെയുണ്ട്. നമുക്ക് ഇനി അപ്പുറത്തെ സൈഡിലേക്ക് നോക്കാം. നമ്മൾ മറ്റു വശം കണ്ടോ അതൊരു ക്വാളിറ്റി തന്നെ നമുക്ക് ഇവിടെയും കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഡോറിന് തന്നെ പേസ്റ്റിങ്ങും തന്നെ പൊട്ടിയിട്ടൊന്നുമില്ല. അടിവശത്തും തുരുമ്പോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്.
ഡിക്കി അവരെന്തോ വൺ ടൈം അയച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇതിനകത്ത് അതിൻ്റെ അയച്ചതിൻ്റെ അയച്ചതിൻ്റെതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർ മുമ്പ് എന്തെങ്കിലും കാരണത്താൽ അവർ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഷോറൂം നമ്മൾ ഇഷ്ടം എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഡിക്കിലൊന്നും തന്നെ റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല. അതുപോലെ ഈ ക്വാർട്ടർ പാനൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനുവേണ്ടി അയച്ചതാണോ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ബോഡി മൊത്തം നമ്മളിപ്പോൾ ചെക്ക് ചെയ്തില്ല. നമുക്കിനി വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡ് കാര്യങ്ങൾ അതിൽ എഞ്ചിൻ റൂം കൂടി ഞാൻ കാണിച്ചു തരാം. വണ്ടിയുടെ എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിൽ നല്ല ലെവലിൽ പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. കാരണം അവരിങ്ങനെ ഇവിടെ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്, അവർ സെയിലിനൊന്നും വേണ്ടിയിട്ടല്ല. പിന്നെ ഒരു കെട്ട് ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ഈ വാഗമരത്തിൻ്റെ ചുവട്ടിൽ നിന്നതിൻ്റെ ഇതുണ്ട്, ചളി കാണുന്നുണ്ട്. ഇതിവിടെ അങ്ങനെ കാണാം. ഇവിടെ അപ്രോളിലെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല. നല്ലൊരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്നത്. പിന്നെ ബാറ്ററി പുള്ളി റീപ്ലേസ് ചെയ്താന്ന് പറഞ്ഞു. 2023 10 മാസത്തിലെ ബാറ്ററി കിടക്കുന്നത്. അപ്പോൾ ബാറ്ററി മാറിയിട്ട് അധികം പഴക്കമായിട്ടില്ല. അത് മറ്റേ പവർ സോൺ എന്ന് പറയുന്ന കമ്പനിയുടെ നല്ലൊരു ബാറ്ററി നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ബാക്കി മെക്കാനിക്കലി വണ്ടി അത്യാവശ്യം നമ്മൾ ഇനി ഒന്ന് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് എന്തെങ്കിലും ഡീകംപ്രഷൻ്റെ പ്രശ്നമോ കാര്യങ്ങളോ ഡ്രൈവിങ്ങിൻ്റെതും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഫൈനൽ പറയാം കേട്ടോ. അങ്ങനെ ഉണ്ടെന്നില്ല, നമുക്കൊന്ന് സ്കാനിങ് കൂടി നോക്കി നോക്കണം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊന്നും എഞ്ചിൻ്റെ ഭാഗത്ത് എവിടെയും തന്നെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. കാരണം നമ്മളിങ്ങനെ ഇപ്പോൾ ഈ പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ലീക്കിങ് എവിടെ ഉണ്ടെങ്കിൽ എടുത്ത് അറിയാൻ സാധിക്കും. സാധാരണ വാഷ് ചെയ്തിടുമ്പോഴാണ് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസം വരാറ്. ഇതിങ്ങനെ ഒരു കവർ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ക്യാമറ അടുത്ത് പിടിച്ച് കാണിച്ചു തരാൻ സാധിക്കാത്തത്. കൂളൻ്റിൻ്റെയും തന്നെ ക്യാപ്പിലെവിടെയും തന്നെ അങ്ങനെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും ആയിട്ട് നിൽക്കുന്നൊന്നുമില്ല. നല്ലൊരു വൃത്തി തന്നെയാണ് ഇരിക്കുന്നത്. എഞ്ചിൻ ഓയിലിൻ്റെ ക്യാപ്പ് തുറക്കാൻ കിട്ടാൻ ടൈറ്റ് ആയിരിക്കും. നമുക്കൊന്ന് പിടിച്ച് തുറന്ന് നോക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുശേഷം വണ്ടി ഒന്ന് കയറി സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ഇതിൻ്റെ ബോണറ്റും തന്നെ ഇതിൻ്റെ ഒറിജിനൽ ബോണറ്റ് തന്നെയാണ് കേട്ടോ. അതും റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാലും ചോദിക്കുന്നത് വണ്ടിയാണ് വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. എടാ ഒന്ന് റൈസ് ചെയ്തടാ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് പുക എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇല്ല, ഡീസൽ വണ്ടിയല്ലേ, അതിൻ്റെതായ നോർമലായിട്ടുള്ള പുകയും കാര്യങ്ങളും തന്നെ നമുക്ക് കാണുന്നുള്ളൂ. പിന്നെ വണ്ടിയുടെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 10, 35, 40% വരുന്ന നല്ല ടയേഴ്സ് തന്നെ 4 നമ്മൾ കണ്ടിട്ടുണ്ട്. സ്റ്റെപ്പിന് പുത്തൻ ടയറാണ് കിടക്കുന്നത്, അവരങ്ങനെ വണ്ടിയിലോട്ട് ഇറക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, വണ്ടി ഓഫ് ചെയ്യാം. നമുക്ക് വണ്ടിയുടെ അണ്ടർ ബോഡി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലായിരിക്കുന്നത്. അവരവിടെ ഓഫ് റോഡൊന്നും ഇറക്കിയതിൻ്റെ അടിയൊന്നും അടിച്ചിട്ടില്ല. കാരണം സാധാരണ ചില ഫോർച്യൂണറിൻ്റെയൊക്കെ നോക്കുമ്പോൾ ഈ അടിയിൽ ഗ്രില്ല് തന്നെ ഫുള്ള് ചളിങ്ങി ഇതാക്കി ഇരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പിന്നെ മൊത്തത്തിൽ ഇപ്പോൾ നമുക്കിവിടെ എന്തായാലും ഇത് ചെയ്യാൻ ലിഫ്റ്റ് ചെയ്ത് നോക്കാനൊരു സജ്ജീകരണമല്ല, അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മാറ്റൊക്കെ ഇട്ട് അടിയിൽ കിടന്നാണ് നോക്കാറ്. ഇവിടെ എവിടെയും തന്നെ നമുക്കങ്ങനെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഫ്രണ്ടിൽ എഞ്ചിൻ്റെ ഭാഗത്തും തന്നെ നമുക്ക് ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ചേസിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് ചേസിൽ എവിടെയും തന്നെ എച്ച് കൂട്ടിയ പാടോ കാര്യങ്ങളോ ജോയിൻ്റ് അടിക്കുകയൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. മൊത്തത്തിൽ നല്ലൊരു വൃത്തി നമുക്ക് അണ്ടർ ബോഡി ഭാഗത്തും കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി നമ്മൾ മെക്കാനിക്കലി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. നമുക്കങ്ങനെ ട്രബിളും തന്നെ ഓയിൽ ഭാഗങ്ങൾ തോന്നിയിട്ടില്ല. നമുക്കിനി വണ്ടി ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും ചെയ്യാം. എഞ്ചിൻ പക്ക ഒരു കണ്ടീഷനായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി നമ്മുടെ OBD സ്കാനർ കണക്ട് ചെയ്ത് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ എൻഡോസ്കോപ്പിക് ക്യാമറ വെച്ചൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഓണർ ഇങ്ങനെ അത് സൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പുതിയൊരു സംഭവം പോലെ പുള്ളി കാണുന്നത്, അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേ. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല, കാരണം പുള്ളി പെട്ടെന്ന് കുറച്ച് അറിഞ്ഞിട്ടുണ്ട്, എവിടെ പോകാണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഇനി നമ്മുടെ OBD സ്കാനർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്കിതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. നോട്ടെ, നല്ല ചൂടായിട്ടുണ്ട്. ഡൽഹിയിൽ മഴ പോയി പിന്നെയും ചൂടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മുടെ സ്കാനറിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 1,39,418 കിലോമീറ്ററാണ് വണ്ടിക്കകത്ത് ഇത് ചെയ്തിട്ടുള്ള കിലോമീറ്റർ ആയിട്ടുള്ളത്. പുള്ളി നമ്മൾ വണ്ടി എടുത്ത് പോവുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഹെൽത്ത് റിപ്പോർട്ട് എടുക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹെൽത്ത് റിപ്പോർട്ട് സ്റ്റാർട്ട്. ഓക്കെ, നമുക്കിത് എറേഴ്സ് ഒന്നും തന്നെ കിട്ടിയിട്ടൊന്നുമില്ല. വണ്ടി പ്രോപ്പർ തന്നെയാണ്. നമുക്കത് അതിൻ്റെ ഇടയിൽ നമ്മുടെ സർവീസ് ഹിസ്റ്ററി നമുക്ക് നമ്മുടെ സുഹൃത്ത് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ, ടയറ്റിൽ നിന്ന്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് വീക്ക്ലി നോർമൽ നമുക്കത് കാണാം. അപ്പോൾ നമുക്കിതിൻ്റെ PDF എടുത്ത് ഇതിൻ്റെ ട്രാൻസ്മിഷനും കാര്യങ്ങളെല്ലാം പക്കയാണ്. നമുക്ക് മെയിനായിട്ട് അറിയേണ്ടതാണ്. നമുക്കിനി ഇതിൻ്റെ കസ്റ്റമർക്കൊന്ന് അയച്ചു കൊടുക്കണം.
അപ്പോൾ സ്കാനിങ് കാര്യങ്ങളും ഓക്കെയാണ്. അപ്പോൾ നമുക്കിനി വേറെ ഇതൊന്നുമില്ല. നമുക്കിനി വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അതിന് മുമ്പ് ഇതിൻ്റെ ഹിസ്റ്ററി വന്നിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ നമുക്ക് ലാസ്റ്റ് സർവീസും കാര്യങ്ങളും എത്രയെല്ലാം പോയി എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. ലാസ്റ്റ് സർവീസ് 26/8/2023 ലാസ്റ്റ് സർവീസ് പോയിട്ടുള്ളത്. 1,34,951. ഓക്കെ, യെസ്, നമ്മളെ പറഞ്ഞാൽ തന്നെ ക്വാർട്ടർ പാനലിൻ്റെ അവിടുത്തെ വർക്ക് ചെയ്തതിൻ്റെ കാര്യങ്ങൾ തന്നെ വർക്ക് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും തന്നെ വന്നിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വന്നു കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ചേഞ്ച് ആകുമ്പോൾ സൗണ്ടോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡ്രൈവ് മോഡിലേക്കാണ് നമ്മൾ ഇട്ടിട്ടുണ്ട്. സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമുക്കങ്ങനെ മിസ്സിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ തോന്നുന്നില്ല. നമുക്ക് ഈ ഹൗസിംഗ് കോളനിയുടെ ഉള്ളിൽ തന്നെ ഒന്ന് ഓടി നോക്കിയാൽ മതി. അത് പുറത്തിറങ്ങി ഓടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനുള്ളിൽ തന്നെ അവർ നിറച്ച് അവിടെ ഇവിടെയൊക്കെ ഹമ്പിട്ട് വെച്ചോണ്ടേ. ഓക്കെ, സസ്പെൻഷൻ സൈഡൊക്കെ പക്ക, നമുക്ക് വേറെ ഒന്നും തന്നെ പറയാനില്ല. വണ്ടി അത്യാവശ്യം നല്ല സൈലൻ്റ് ആട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ എത്രമാത്രം തന്നെ എഞ്ചിൻ നോയ്സ് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അവരൊക്കെ പ്രോപ്പറായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ പോയിട്ടായിരിക്കും. അത്യാവശ്യം നല്ല സൈലൻ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം കുറേ നല്ല വെറൈറ്റി വില കൂടിയ വണ്ടികൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാനുണ്ട്. ഇത് പോർഷയുടെ കാരൻസോ, അതെ, കാരൻസ് ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് കഴിഞ്ഞ വർഷം എൻക്വയറി വന്നായിരുന്നു. നമുക്ക് നല്ല കിട്ടാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല വണ്ടി. ഇതിൻ്റെ ബാക്കി പേപ്പർ സൈഡ് കാര്യങ്ങൾ, അതുപോലെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കസ്റ്റമറൊക്കെയായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഈ വണ്ടി റൈറ്റ് ഫിക്സ് ചെയ്തു കേട്ടോ. 13 സംതിങ്ങിന് നമ്മൾ ഈ വണ്ടി എടുത്തു. കുഴപ്പമില്ലാത്ത റൈറ്റിൽ തന്നെ നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. അത് വിത്ത് NOC, ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഏജൻറ്റ് കമ്മീഷൻ കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള റൈറ്റാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു ഏകദേശം 2 ലക്ഷം രൂപ നമുക്ക് ഇവിടെ ക്ലയൻറ്റിന് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് അഡ്വാൻസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ വണ്ടി നാളെ മറ്റന്നായിട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ ബാക്കി ഫുൾ പേയ്മെൻറ്റ് ചെയ്ത് വണ്ടി ഇവിടുന്ന് ഡെലിവറി എടുത്ത് നമ്മൾ നാട്ടിലോട്ട് കണ്ടെയ്നർ ചെയ്യിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ക്ലയൻറ്റിനെ കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. ക്ലയൻറ്റ് ഇതിൻ്റെ ഏകദേശം സെപ്റ്റംബർ ആദ്യത്തിലാണ് ആൾ നാട്ടിലെത്തുന്നത്. അപ്പോൾ ആൾ നാട്ടിലെത്തുമ്പോഴേക്കും വണ്ടി എത്തുമെന്നാണ് ചോദിക്കുന്നത്. ഒരു പക്ഷേ ഇവിടുന്ന് കയറ്റി അയച്ചാൽ ഒരു 10-12 ദിവസത്തോളം പിടിക്കും നാട്ടിൽ, കേരളത്തിൽ വണ്ടി കണ്ടെയ്നറിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എത്തി അവർക്ക് കിട്ടി അവരെ പിന്നെ ഡെലിവറി കാര്യങ്ങളിൽ ചിലപ്പോൾ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഉൾപ്പെടുത്തി ഞാനിത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് വണ്ടി ഇവിടുന്ന് ഡെലിവറി എടുക്കുന്ന കാര്യങ്ങളൊക്കെ പാടെ ഉൾപ്പെടുത്തി ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഇതുവരെ ഡൽഹി ഹരിയാന UP എന്നൊക്കെ വണ്ടികൾ എടുക്കേണ്ടി ഞാനിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പർ ഞാൻ വീഡിയോയുടെ ഇടയിൽ കാണിക്കുന്നുണ്ട്, കൂടാതെ സ്ക്രോളിങ്ങിൽ കാണിക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി വീഡിയോ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ വരും ദിവസങ്ങൾ അങ്ങനെ തെറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ വരാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത 1-2 വണ്ടികൾ കൂടി നോക്കാം. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ വണ്ടി ഇന്ന് ഡെലിവറി എടുക്കണം കേട്ടോ. നമ്മൾ അവിടുന്ന് ഫോർച്യൂണർ 2018 വണ്ടി നമ്മൾ ഡെലിവറി എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2015 ഫോർച്യൂണർ 4x2 ഓട്ടോമാറ്റിക് ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഇതിനകത്ത് ഇടനിലയിൽ ഏജൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സോ അതുകൊണ്ട് ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ്, നമ്മളൊരു ഏജൻറ്റ് വഴിയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മളെല്ലാം കളക്ട് ചെയ്ത് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടുന്ന് വണ്ടി നമ്മൾ ഡെലിവറി എടുക്കാൻ പോകണം. അപ്പോൾ വണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ മുമ്പ്, നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടല്ലോ. അപ്പം ഇതാണ് നമ്മളിന്നിപ്പോൾ ഡെലിവറി എടുക്കാൻ പോകുന്ന 2015 4x2 ഓട്ടോമാറ്റിക് വാഹനം. അപ്പോൾ അതിൻ്റെ RC ഓണറാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഇതൊരു സിംഗിൾ RC സിംഗിൾ യൂസ് വണ്ടിയാണ്. പക്ക പ്രോപ്പറായിട്ട് തന്നെ ഷോറൂം സർവീസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. ചെറിയ ലെവലിൽ 1-2 വർക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവർ ചെയ്തിട്ടുണ്ടെന്നതിലൊക്കെ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് ഇതാക്കണം. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ പേപ്പേഴ്സ് കാര്യങ്ങൾ, ഇതിൻ്റെ അഫിഡവിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സൈൻ ചെയ്ത് കാര്യങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വണ്ടിയുടെ ഒറിജിനൽ RC ബുക്കാണ്. ഓക്കെ, പിന്നെ കൂട്ടത്തിൽ ഇത് ബാറ്ററിയുടെ ഗ്യാരണ്ടി കാർഡ് തന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ 2031/12/2023 ബാറ്ററി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ ഇൻഷുറൻസിൻ്റെ പോളിസിയുടെ കോപ്പി, പിന്നെ പൊല്യൂഷൻ ടെസ്റ്റിൻ്റെ പേപ്പറാണ് പുറത്തുള്ളത്. പിന്നെ ബാക്കി നമ്മളെ ഫോം 28-29 കാര്യങ്ങളിലൊക്കെ അവരിപ്പോൾ ഇവിടെ സൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നോക്കും. നമ്മുടെ വണ്ടി അപ്പോൾ ഇവിടുന്ന് ഡെലിവറി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് അനീഷ ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വണ്ടി മേടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി മേടിച്ചെന്ന് തന്നെ ഇവിടുന്ന് കൈയോടെ ട്രക്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ട്രക്ക് ചെയ്ത് നാട്ടിലെത്തി അവർ ബാക്കി വർക്കുകളും കാര്യങ്ങളൊക്കെ എടുത്ത് പറ്റുമെങ്കിൽ കസ്റ്റമർ റിവ്യൂ കൂടി ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ജസ്റ്റ് ഇവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഭയ്യ നാം ക്യാ ഭയ്യ? Manish Jaiswal. Okay. Thank you so much. Okay, how is my service? Very good service. We liked his positive nature. Very good. Okay, thank you. Congratulations. Thank you.
ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇപ്പോൾ വണ്ടി എടുത്ത് അങ്ങനെ നമ്മൾ ട്രക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം. അപ്പോൾ ഇവരും നമുക്ക് നല്ലൊരു വണ്ടി നമുക്ക് എടുക്കാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ്, കസ്റ്റമറും തന്നെ വളരെയധികം ഹാപ്പിയിലാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിന്നിപ്പോൾ ഇവിടുന്ന് നോക്കി ട്രക്ക് ചെയ്ത് ബാക്കി ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണെന്നെല്ലാം നോക്കിയിട്ട് ഉൾപ്പെടുത്താം. ഒരുപക്ഷെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുകയില്ലെങ്കിലും ഞാനിപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചെറിയ കാര്യം നിങ്ങൾ ഓർപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഇതുപോലെ ഡൽഹി, ഹരിയാന, യു പി, പഞ്ചാബ് ഭാഗങ്ങളിൽ നിന്നൊക്കെ അതുപോലെ നേരിട്ട് പാർട്ടികളെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നല്ല ഷോറൂമുകളിൽ നിന്നൊക്കെ നല്ല കുറഞ്ഞ ലെവലിൽ നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ മേടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഇപ്പോൾ വീഡിയോക്കകത്ത് ഞാൻ സൈനത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഒരുപക്ഷെ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം വെച്ചാൽ നമ്മൾ തന്നെയാണ് ഇതുപോലെ വണ്ടികൾ എടുക്കാൻ പോകുന്നു, നോക്കുന്നതും ചെക്കുന്നതൊക്കെ നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ, ഈ വീഡിയോ എടുക്കുന്നതൊക്കെ നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് പ്രശ്നം കാരണം ചിലപ്പോൾ പൂർണ്ണമായിട്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വാട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്യാൻ പറയുന്നത്. അത് മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് വണ്ടിയാണ് നോക്കുന്നത്, എങ്ങനെയുള്ളത്, ഏത് ഇയറിലുള്ള എങ്ങനെ എന്താണെന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ച് ആദ്യം പറഞ്ഞിരിക്കും. പിന്നീട് നിങ്ങൾ വണ്ടിയുടെ ഓർഡർ കൺഫേം ആക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. കാരണം വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് ഷോറൂം അല്ലെങ്കിൽ ഞാൻ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ വണ്ടി വേണമെന്ന് പറഞ്ഞാൽ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ ഇതുപോലെ പോയി നോക്കി ചെക്ക് ചെയ്ത് വണ്ടികൾ എടുത്ത് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഏത് വണ്ടി എങ്ങനെയാണെന്ന് പറയാം. പിന്നെ ഇനോവ, ഇറ്റിയോസ്, ലിവ, കൊറോള, ആൾട്ടിസ്, പിന്നെ അതുപോലെ തന്നെ ടാറ്റ സഫാരി, സ്റ്റോം, അതുപോലെ തന്നെ ചില കമ്പനിയിലെ ചില വാഹനങ്ങളും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. കാരണം ചിലത് ഇവിടെ നിന്ന് എടുക്കുന്ന പ്രോഫിറ്റ് അല്ല, ചിലത് ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യാത്തത്. ബാക്കിയുള്ള വണ്ടികളൊക്കെ നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് നോക്കാം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നിങ്ങളിപ്പോൾ ഇവിടെ നിന്നൊക്കെ വാഹനങ്ങൾ എടുക്കുമ്പോൾ ഞാൻ വഴി നിന്നല്ല, നിങ്ങൾ നേരിട്ടാണെങ്കിലും വണ്ടികൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ അതിന് സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും മറുപടി തരാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി കസ്റ്റമർക്ക് ഡെലിവറി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ സെപ്റ്റംബർ 1 വണ്ടി കസ്റ്റമറുടെ കയ്യിലേക്ക് ലഭിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആവാനായി. അപ്പോൾ അവർ യൂസ് ചെയ്തിട്ട് അവരുടെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നും കൂടി ഉൾപ്പെടുത്തി നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. ആക്ച്വലി വണ്ടി എടുത്ത ആൾ പാലക്കാട് മണ്ണാർക്കാടാണ് എൻ്റെ വീടാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനടുത്ത് തന്നെയാണ്, നിയർ ബൈ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ പക്ഷേ ഇപ്പോൾ പ്രസൻ്റ്ലി താമസിക്കുന്ന ചാലക്കുടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതുവരെ നേരിട്ട് മീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ആൾ പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ റിവ്യൂ കൂടി ഉൾപ്പെടുത്തി ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൾക്ക് എന്താണ്, കസ്റ്റമർക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് വിളിച്ച് നോക്കാം. അപ്പോൾ ആൾ തിരിച്ചിപ്പോൾ ഗൾഫിലേക്ക് തന്നെ പോയതുകൊണ്ട് തന്നെ ആളെ നമുക്കിപ്പോൾ ബോട്ടിമിൽ നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആൾ ഓഡിയോ കോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വിളിച്ച് നോക്കിയിട്ട് ആളെന്താ പറയുന്നത് നോക്കിയിട്ട് നോക്കാം. ചേട്ടായി കേൾക്കാമോ? അല്ല, പറഞ്ഞോ. ഞാനൊരു കസ്റ്റമർ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടേ നമ്മുടെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു റിവ്യൂ കൊടുക്കാമല്ലോ എന്ന് കരുതി അതിനെ വിളിച്ചതാണ്. ഓക്കെ, എന്താ പറയണ്ടത്? എന്താ പറയേണ്ട വെച്ചുള്ള കാര്യമുള്ള പോലെ പറഞ്ഞാൽ മതി. അത് മോശമാണെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ എല്ലാം ഞാൻ പറയണം. ചോദ്യം ചോദിക്കുവോ? ചോദ്യം നമുക്ക് ചോദിക്കാം. ആദ്യം ചേട്ടായി ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ജോമോൻ. ഞാൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നാട്ടില് മലപ്പുറം ഡിസ്ട്രിക്ട് പെരിന്തൽമണ്ണ എന്ന സ്ഥലത്താണ്. നമ്മൾ അയലോക്കക്കാരാണ്, പക്ഷെ അതുവരെ കണ്ടില്ല നമ്മള്. ഇതുവരെ കണ്ടിട്ടില്ല. അന്ന് ഞാൻ അവിടെ മണ്ണാർക്കാട് പോയിരുന്നു, പക്ഷെ അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, തിരക്കായിരുന്നു. ഓക്കെ. ഇപ്പൊ വണ്ടി കയ്യിൽ കിട്ടിയിട്ട് എത്ര ദിവസമായി? വണ്ടി എനിക്ക് സെപ്റ്റംബർ 1 കിട്ടി. ഓക്കെ. ഇന്നിപ്പോ ഒക്ടോബർ 1 ആവാൻ പോണു. ഏകദേശം 26, 27 ദിവസം ഞാൻ ഓടിച്ചു. ഞാൻ തിരിച്ച് ദുബായിലേക്ക് വന്നു. എങ്ങനെയുണ്ട് വണ്ടി? കുഴപ്പമൊന്നുമില്ല. എല്ലാരും പിന്നെ കുറച്ച് നമ്മളൊന്ന് അതില് ഇച്ചിരി ടച്ചപ്പും പോളിഷൊക്കെ ചെയ്തു. പിന്നെ സീറ്റ് കവറൊക്കെ ഒന്ന് മാറ്റി. വേറെ വണ്ടി ഓടിക്കാനൊക്കെ സുഖമാണ്. ഞാൻ ലോങ് ഒന്നും പോയില്ല, എറണാകുളത്തൊക്കെ ഒന്ന് പോയി തിരിച്ചു വന്നു. കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം മൈലേജ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയില്ല. പിന്നെ അവര് പ്രോപ്പർ ആയിട്ട് പക്ക ഒരു ഷോറൂം സർവീസ് പോയ സിംഗിൾ യൂസ് വണ്ടിയാണ്ടേ, അതിന്റേതായ ഒരു ക്വാളിറ്റി എന്തായാലും ആ വണ്ടിയിൽ ഉണ്ടാവും. അതുകൊണ്ട് മൈലേജ് പ്രതീക്ഷിക്കാം നമുക്കും. അങ്ങനെ കുഴപ്പമില്ല, സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. നമ്മളെ എങ്ങനെ പരിചയപ്പെട്ട്? അജുവിനെ പരിചയപ്പെട്ടത് ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അന്ന് അത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. 1-2 വീഡിയോ ഒക്കെ ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ. അപ്പൊ പിന്നെ പലരുടെയും വീഡിയോ കണ്ട്, അതിൽ കൂടുതൽ അജുവിന്റെ വീഡിയോ കണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഒരു ഇവിടെ ഗോൾഡി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പുള്ളിയാണ് പിന്നെ ഇത് തന്നെ പറഞ്ഞ് ഇങ്ങനെ പുള്ളി ഒരു വണ്ടി എടുക്കുന്നുണ്ട് ത്രൂ അജു. പുള്ളിയുടെ വണ്ടി എടുത്തു. അതിൽ NOC കുറച്ച് ഡിലേ വന്നിരുന്നു, പക്ഷെ അത് NOC ഇഷ്യൂ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് NOC. പറഞ്ഞായിരുന്നു പുള്ളി? ഓക്കെ. ഇല്ല, ഞാൻ വന്നിട്ട് ഞാനിപ്പോ ഇന്നലെ രാത്രിയാ വന്നത്. വിളിച്ചില്ല. അതാ ഏജന്റ് കുറച്ച് നമ്മളൊന്ന് വലിപ്പിച്ചു. പിന്നെ നമ്മളത് ത്രൂ ആയിട്ട് ഇടപെട്ട് നമ്മളെ ആൾക്കാരെ വെച്ച് നമ്മൾ തന്നെ അത് എടുത്തു. NOC ഇഷ്യൂ ആയി കൈ കിട്ടി. അതുകൊണ്ട് നമ്മുടെ NOC കിട്ടണമെങ്കിൽ നമുക്ക് അത് HR26 ആണ്. 26 പൊതുവേ കുറച്ച് ഡിലേ ആണ്. പക്ഷെ നമ്മളെ വണ്ടിയുടെ ഫിനാൻസ് ക്ലോസ് ചെയ്ത ലെറ്റർ കാര്യങ്ങളെല്ലാം കിട്ടി, എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അധികം വൈകാതെ തന്നെ കിട്ടും. കാരണം വെച്ചാൽ കസ്റ്റമറും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളി ഇപ്പോൾ എന്നെ 3-4 വട്ടം വിളിച്ചു കഴിഞ്ഞു. എന്തായി, വണ്ടി ഓക്കെ അല്ലേ, നിങ്ങളത് ചെയ്തില്ലേ, ഇൻഷുറൻസ് അടച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി വിളിച്ചോണ്ടിരുന്നു.
കാരണം അവരെ വീട്ടിൽ ഇൻഷുറൻസ് ഞാൻ റിന്യൂ ചെയ്തിട്ട് അയാൾക്ക് കോപ്പി കിട്ടി കാണുമല്ലോ, അടച്ചിട്ടുണ്ട്. അതിന്റെ കോപ്പി വേണേ അയച്ചു തരാം. ഉണ്ടാവും. പക്ഷെ എന്നാലും അവർക്ക് പേടിയാണ്, കാരണം നമ്മളൊരു പരിചയമില്ലാത്തോടത്തോടത്തല്ലേ കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ആ വണ്ടി കൊണ്ട് ഞാനിപ്പോ രണ്ടു വട്ടം പോയി എറണാകുളത്ത്. അപ്പൊ ഈ ഫാസ്ടാഗ് അയാൾ അക്കൗണ്ടിലാന്ന് തോന്നുന്നു, അതിങ്ങനെ അതിൽ നിന്ന് കട്ടാവുന്നുണ്ട്. അതിന്റെ പൈസ എന്താ വെച്ചാൽ നമുക്ക് കൊടുക്കണേ. അത് വിൽക്കുന്നുണ്ടാവില്ല, കാരണം വെച്ചാൽ ചിലവരെ ചോദിക്കുള്ളൂ, ചെറിയ എമൗണ്ട് അല്ലോ, അതൊന്നും പ്രോബ്ലം ഉണ്ടാവില്ല. ആൾക്ക് അറിയാം, കാരണം ആളും നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ആളും എന്നോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം, എന്റെ വീഡിയോ എന്ന് വരും എന്നുള്ളതാണ് പുള്ളിയും ചോദിച്ചോണ്ടിരിക്കുന്നത്. അല്ല, പുള്ളി ഞാൻ 2 പ്രാവശ്യം പോയി അപ്പോഴൊക്കെ അവിടെ അടയ്ക്കേണ്ടി വന്നില്ല, ഫാസ്ടാഗ് ഉള്ളതുകൊണ്ട്. പുള്ളി അന്നേ പറഞ്ഞിരുന്നു എന്റെ ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു എന്നോട്. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ പക്ഷേ ഡ്രൈവ് ചെയ്തിട്ടല്ല, കണ്ടെയ്നറെ കൊണ്ടുവന്നു പറഞ്ഞു. പിന്നെ പുള്ളി പറഞ്ഞു എന്താ വെച്ചാൽ നിങ്ങൾ തന്നെ ചെയ്താൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ചില ആളുകൾക്ക് അതൊക്കെ പേടിയോ ഭയങ്കര പ്രശ്നമുള്ളൂ, ചിലവരൊന്നും അതൊന്നും പ്രശ്നമാക്കില്ല, നമ്മളോടൊന്നും മിണ്ട പോലും ഇല്ല, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തോളാം പറയും. ഓക്കെ, അങ്ങനെ എന്തായാലും വണ്ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആണല്ലോ? അതെ അതെ, ഞാൻ എന്താ വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. എനിക്കൊരു വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ തോന്നില്ല. ചെറിയ 1-2 സ്ക്രാച്ചസും കാര്യങ്ങളും, അതിപ്പോ എന്തായാലും ഓടിയ ഉണ്ടാവും. അതിപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്താൽ പോലും ഉണ്ടെന്ന് നമ്മൾ ആ ഒരു ടച്ച് ആൻഡ് പോളിഷ് എന്തായാലും ചെയ്യേണ്ടി. മേജറായിട്ട് വേറെ മെക്കാനിക്കൽ വർക്ക് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും വന്നില്ലല്ലോ? ഒന്നുമില്ല, ഞാനൊന്ന് സർവീസ് ചെയ്യാൻ കൊടുത്തായിരുന്നു, അവരെല്ലാം ചെക്ക് ചെയ്തിട്ടല്ലോ ഓക്കെ എന്നാ പറഞ്ഞു. ഓക്കെ എന്നല്ലേ പറഞ്ഞു? എവിടെ കൊടുത്ത്? ഷോറൂം തന്നെയാണോ അതോ പുറത്തോ? ഷോറൂമിലല്ല, ആക്ച്വലി എനിക്ക് സമയമില്ലാത്തതിന്റെ നമുക്ക് പരിചയമുള്ള ഒരു വർക്ക്ഷോപ്പിലാണ് കൊടുത്തത്. കുഴപ്പമില്ല, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നേരിട്ട് നമുക്ക് ഇതാക്കാം. ഞാൻ അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയിട്ട് തന്നെ കസ്റ്റമർ റിവ്യൂ എടുക്കുന്നത്, കാരണം അവർ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ഐഡിയ കിട്ടുമല്ലോ എന്താണെന്നുള്ളത്. പിന്നെ വീഡിയോയിൽ ഞാൻ വണ്ടിയുടെ വില പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പറയണോ വേണ്ടയോ? അതൊന്നും കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലോ, ഓക്കെ. അപ്പൊ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞേക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ നമ്മൾ വില കസ്റ്റമർ പറഞ്ഞു, ഞാൻ എടുത്ത വില പുറത്ത് പറയണ്ട, വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ പറഞ്ഞാലേ ഞാൻ അനുസരിക്കാൻ പറ്റും. കാരണം നിങ്ങൾ ഒരു കാശ് കൊടുത്ത് നിങ്ങൾ മേടിച്ച മുതലാണ്. കാരണം പബ്ലിക്കായിട്ട് നമ്മൾ വിൽക്കാടുന്ന ഒരു സാധനമാണെങ്കിൽ നമുക്ക് അതിന് പറയാം, ഫൈനൽ ഇത്രയ്ക്ക് തരാം അല്ലെങ്കിൽ അത്രയ്ക്ക് കിട്ടും എന്നുള്ളത് പറയാം. മറ്റേത് ഒരാൾ മേടിച്ചൊരു വസ്തു പിന്നെ ആളുടെ സ്വന്തമാണല്ലോ, നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന് പറയാൻ പറ്റില്ലല്ലോ. അത് പലർക്കും ഒരു ഇതുപോലെയൊക്കെ തോന്നി, പലരും നമ്മുടെ മുമ്പിൽ ഇതാക്കി ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സംശയം കൂടി ഞാൻ ചോദിച്ചത്, ഇപ്പം നമ്മൾ വീഡിയോയിൽ ചിലപ്പോൾ ഒരു വണ്ടിയുടെ മാത്രമേ കാണിക്കുന്നുള്ളൂ, കാരണം വീഡിയോ ലെങ്ത് ആയി പോകാതിരിക്കാനും വേറെയും കുറേ വീഡിയോകൾ നമുക്ക് ചെയ്യാണ്ട്. അപ്പോൾ ഇതൊക്കെ പാടെ എഡിറ്റിംഗ് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്, എനിക്കിത് എല്ലാ വണ്ടികളും നമ്മൾ പോയി ചെക്ക് ചെയ്ത വണ്ടികളൊന്നും ഞാൻ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വണ്ടി മാത്രമാണോ നോക്കിയത്, അതോ ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഫൈനലായിട്ട് ഈ വണ്ടിനെ നിങ്ങൾ എടുക്കുകയാണോ, അതോ വേറെ വണ്ടികൾ നമ്മൾ നോക്കിയിരുന്നോ, എന്തായിരുന്നു? വേറെ വണ്ടി നോക്കിയായിരുന്നല്ലോ. നോക്കിയായിരുന്നു. ആദ്യം ഒരു കാണിച്ചൊരു വണ്ടി നമ്മൾ കൺഫേം ചെയ്തതിന് മുമ്പ് വേറെ ആരോ അതെ കൺഫേം ചെയ്ത് പോയി. പിന്നെ അതിനുശേഷം 2-3 വണ്ടികൾ കണ്ടു, പക്ഷെ അതൊന്നും നമുക്ക് പറ്റാത്തോണ്ടും പറ്റിയില്ല. മെക്കാനിക്കലി അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്തുകൊണ്ട് അതും കൂടി പൊതുവെ ഒന്ന് ഡിലേ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട് ഈ മോഡൽ ഫോർച്യൂണറുകൾക്ക്. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് ഇപ്പോൾ അവിടെ എല്ലാ ആളുകൾ ഒരുവിധമുള്ള വണ്ടികളൊക്കെ കൊടുത്തു. അവരെന്നല്ല, നമ്മളിപ്പോൾ വണ്ടി മേടിച്ച് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡൽഹി പോലീസ്, അതായത് ഡൽഹി NCRന്റെ ഉള്ളിൽ ഓടുമ്പോൾ അവിടെ ഇവർ തടുക്കും, മുക്കിന് നമ്മൾ തടുക്കുകയാണ്. കാരണം ഇത് ഔട്ട് ഓഫ് ഇത് കഴിഞ്ഞതാണോ ഡേറ്റ് കഴിഞ്ഞതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം കൊണ്ടാണ് അവർ ഇതാക്കുന്നത്. ഓക്കെ, എനിവേ എന്തായാലും സന്തോഷം. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഈ ഒരു കസ്റ്റമർ റിവ്യൂ കൂടി ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് എന്തായാലും കാണാം കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടല്ലോ, ഇതാണ് കസ്റ്റമർ റിവ്യൂ അവരിപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഇത്ര കോൺഫിഡൻസോട് കൂടി തന്നെ വണ്ടി നമ്മൾ കൊടുത്ത് ഇത്ര മാസങ്ങൾക്ക് ശേഷം വിളിക്കാനുള്ള കാരണം പറഞ്ഞാൽ, നമ്മൾ അതുപോലെ ക്വാളിറ്റിയുള്ള വണ്ടികൾ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. പലപ്പോഴും നമ്മൾ ആദ്യം വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ അപ്പം തന്നെ നമ്മൾ സ്പോട്ടിൽ തന്നെ നമ്മൾ റിവ്യൂ എടുക്കലാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ അങ്ങനെ മാറ്റി, കാരണം നമ്മുടെ 1-2 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു. അവർ വണ്ടി കുറച്ച് എക്സ്പീരിയൻസ് ചെയ്താൽ പെട്ടെന്ന് ഒരു കാഴ്ചയിൽ മാത്രമല്ല, നല്ലപോലെ ഒന്ന് യൂസ് ചെയ്തിട്ട് വരുമ്പോൾ അറിയാമല്ലോ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത്. പ്രത്യേകിച്ച് റീവണ്ടിയൊക്കെ എടുക്കുമ്പോൾ പലരും പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ പലരും വന്ന് കേട്ടിട്ടുണ്ട്, വെള്ളം മുങ്ങിയ വണ്ടിയായിരിക്കും, അല്ലെങ്കിൽ അത്ര പണിയണോ എന്നൊക്കെ പറഞ്ഞ പലതരത്തിൽ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഈ വാഹനത്തിൻ്റെ വില പറഞ്ഞിട്ടുണ്ട്, കസ്റ്റമർ ഓപ്പണായിട്ട് പറഞ്ഞോളാം നമ്മൾ പറഞ്ഞിട്ടുള്ളത് 13 സംതിങ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇൻക്ലൂഡിങ് അതിൻ്റെ ഇടയിലുള്ള നമ്മുടെ കമ്മീഷൻ കാര്യങ്ങളെല്ലാം ഉൾപ്പെടെയുള്ള ഒരു ചാർജാണ് നമ്മൾ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ അതിൽ NOC കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലും കുറഞ്ഞ വിലയ്ക്കും വണ്ടികളുണ്ട്. ഇപ്പോൾ വീഡിയോ നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ പലരും വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്, ഇത്ര വില ഇല്ലല്ലോ, അവിടുന്ന് അതിലും കുറഞ്ഞ വിലയ്ക്ക് കിട്ടാണ്ടെന്ന് പറഞ്ഞിട്ട്. ഫോർച്യൂണറുകൾ സത്യം പറഞ്ഞാൽ ഇതിലും കുറഞ്ഞ വിലയ്ക്ക് അവിടെ ഉണ്ട്, ഇതിലും കൂടിയ വിലയ്ക്ക് അവിടെ വണ്ടിയുണ്ട്. ഇതൊക്കെ നമ്മൾ ക്ലയൻറ്റിന് ഓൾറെഡി കാണിച്ചു കൊടുത്താണ്. പക്ഷേ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെ ഒരു ക്വാളിറ്റിയുള്ള വണ്ടി എടുക്കുമ്പോൾ, ഇതിപ്പോൾ കസ്റ്റമർ തന്നെ പറഞ്ഞല്ലോ, അതിൽ അവർ ചെറിയ ലെവലിലൊരു മൈന്യൂട്ടായിട്ടുള്ള പെയിൻറ്റിൻ്റെ ടച്ചപ്പ് അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള മെക്കാനിക്കൽ വർക്ക് പോലും വണ്ടിയിൽ ചെയ്യേണ്ടി വന്നില്ല. കാരണം അത്രയും നല്ല ക്വാളിറ്റിയിൽ കിടക്കുന്ന വണ്ടികളാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പ്രൈസ് റേഞ്ചും കാര്യങ്ങളും വന്നില്ല. കാരണം നമുക്ക് അതിലും കുറഞ്ഞ വിലയ്ക്ക് വണ്ടി കിട്ടുമ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അതിനനുസരിച്ചുള്ളൊരു വർക്ക് കാര്യങ്ങളാണ് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരിക. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി കാര്യങ്ങൾ നമുക്ക് വണ്ടിയിൽ പ്രതീക്ഷിക്കും. ഇപ്പോൾ അവരാണെങ്കിലും ഇപ്പോൾ ഒരു തരത്തിലുള്ള വർക്കും ചെയ്യാതെ, ഇപ്പോൾ അതിൽ വരുന്ന ടച്ച് ആൻഡ് പോളിഷ് എന്നൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ നാട്ടിലൊരു വണ്ടി എടുത്താൽ പോലും ചെയ്യേണ്ട കാര്യമാണ്.
അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയുടെ താഴെ വന്ന് വില കൂടുതലാണെന്ന് പറയുന്നവരുത്തും പറയുന്നത് ഇതിലും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് വണ്ടി കിട്ടുന്നതായിരിക്കും, ഇതിലും കൂടിയ വിലയ്ക്കും വണ്ടി കിട്ടുന്നതായിരിക്കും. വണ്ടിക്ക് ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് അവിടുത്തെ പ്രൈസ് റേഞ്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിസാർ നമ്മുടെ ഒരു ക്രിസ്റ്റയിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ 2016 വണ്ടിയൊക്കെ ശരിക്കും ഒരു നോർമൽ മാനുവൽ ഓപ്ഷനിൽ കിടക്കുന്ന പ്രൈവറ്റ് ആയിട്ട് യൂസേജ് വരുന്ന വണ്ടികൾ ഒരു 12 ലക്ഷം രൂപ മുതൽ അങ്ങോട്ടാണ് മേപ്പോട്ടാണ് വീടിനൊക്കെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേ സാധനം തന്നെ ടാക്സി ഓടിയ വണ്ടികളൊക്കെ ആണെങ്കിൽ 10-10.5 അതിലും കുറഞ്ഞ വിലയ്ക്കും നമ്മളവിടെ കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ അതിനനുസരിച്ച് വണ്ടി ആനയുടെ ഉറുമ്പിൻ്റെയും വ്യത്യാസം ഉണ്ടാവുന്നതിന് നമുക്ക് പറയാം. കാരണം അത് വർക്ക് ചെയ്തെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനത്തെ വണ്ടികൾ നോക്കുക എന്ന് പറയും. പക്ഷേ ഞാൻ ഒരു വിധം വരെ ഞാൻ അങ്ങനെ എന്താ പറയുക അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ വണ്ടികൾ, അതായത് പ്രത്യേകിച്ച് ടാക്സി കാര്യങ്ങൾ പെർമിറ്റിലൊക്കെ കിടക്കുന്ന വണ്ടികളുടെ ഡീൽ നമ്മൾ പിടിക്കില്ല. ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ വണ്ടികൾ നോക്കി ചെക്ക് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഞാൻ 1-2 കാര്യങ്ങളും കൂടി ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കണം. കാരണം വീഡിയോ കുറച്ച് ലെങ്തായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ചില കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് 1-2 അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ വീഡിയോയിൽ എടുത്ത് പറയണം എന്ന് തോന്നിയുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. വേറെ ഒന്നല്ല, ഒന്നാമത്തെ കാര്യം ഞാൻ ഈ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഒരിക്കലും ഇതൊരു ബിസിനസ്സായിട്ട് ഞാൻ കാണുന്നില്ല. അതായത് ഒരു ലാഭം നഷ്ടം വെച്ച് നോക്കിയിട്ടുള്ളൊരു ബിസിനസ്സായിട്ട് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ വണ്ടികൾ എടുത്ത് നൽകുന്നുള്ളൂ. ഓക്കെ, ഈ വീഡിയോ എടുക്കുന്നത്, ഇത് എഡിറ്റ് ചെയ്യുന്നത്, വണ്ടി നോക്കാൻ പോകുന്നത്, ഇതിൻ്റെ പുറകിലുള്ള ബാക്കി വർക്കുകൾ, ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു കാലതാമസം കാര്യങ്ങളും വരും. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്, ഒരുപാട് കോളുകളും വരുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ കോളുകൾ എടുക്കുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അതായത് ഈ മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുന്നതിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും വോയിസ് നോട്ടാണ് അയക്കുന്നത്. അത് കൂടുതൽ പേരും അതായത് വോയിസ് നോട്ട് അയക്കുന്നത് അവർ എളുപ്പത്തിന് വേണ്ടിയിട്ട് ജോലിയുടെ ഇടയെന്നോ അല്ലെങ്കിൽ പുറത്ത് പ്രവാസികളൊക്കെ ആകുമ്പോൾ അറിയാലോ, അവർക്ക് ചിലപ്പോൾ ചെറിയൊരു ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ വോയിസ് നോട്ട് അയക്കുന്ന സമയത്ത് ഞാൻ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ അവർ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി കാര്യങ്ങളെല്ലാം നീട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവർ ഇവിടുന്ന് ഗൾഫിലേക്ക് പോയ സാഹചര്യം, അതിന് മുമ്പ് അവർ യൂസ് ചെയ്തിരുന്ന വണ്ടിയെക്കുറിച്ചും. കാരണം വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്, ഞാൻ അവർ കുറ്റം പറഞ്ഞതല്ല. അപ്പോൾ ഈ കഥകൾ മൊത്തം എങ്ങനെയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2 മിനിറ്റിലെ വോയിസ് നോട്ടായിരിക്കും, 1.5 മിനിറ്റിലായിരിക്കും, ചിലപ്പോൾ 3 മിനിറ്റ് 5 മിനിറ്റ് വരെയൊക്കെയുള്ള വോയിസ് നോട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അവരിങ്ങനെ കണക്ട് ചെയ്ത് പീസ് പാട്ടാക്കിയിട്ടാണ് ഈ 5 മിനിറ്റൊക്കെ പറയുന്നത് കേട്ടോ. ഇങ്ങനെ വോയിസ് നോട്ട് അയക്കുമ്പോൾ നമ്മളിത് ഫുള്ള് ഇരുന്ന് കേൾക്കാൻ നിൽക്കണം. അപ്പോൾ അങ്ങനെ ഒരാളുടെ മെസ്സേജ് വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര പേരും മെസ്സേജ് വീഡിയോ കണ്ടിട്ട് വരുന്നത്. ഇതെല്ലാം ഞാൻ കേട്ടതിന് മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും പുറകിൽ നമ്മൾ ഒറ്റയ്ക്ക് ഓടുന്നതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടും കാര്യങ്ങൾ എന്തെങ്കിലും തിരക്ക് വരിക അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങൾ വരുമ്പോൾ എനിക്കിത് മൊത്തത്തിൽ ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുള്ളൂ. അതായത് ഇപ്പോൾ മെസ്സേജ് അയച്ചാലും ഞാൻ പറയാം, വാട്സപ്പിനകത്ത് നിങ്ങൾ മെസ്സേജ് അയക്കുന്ന വീഡിയോയിൽ പറഞ്ഞല്ലോ, മെസ്സേജ് അയച്ചാലും സ്പോട്ട് തന്നെ ഒന്നും മറുപടി തരലും നടക്കുന്നില്ല. അത് ചിലപ്പോൾ 1-2 ദിവസമൊക്കെ ഡിലേ വരും. പിന്നെ വണ്ടി എടുക്കണം എന്ന് അർജൻറ്റുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി വേണം, ഈ ആഴ്ച വേണം, അടുത്ത ആഴ്ച വേണമല്ലോ, അങ്ങനെയുള്ള അർജൻറ്റിലൊക്കെ ആളുകളുടെ ഇടപാടും നമ്മൾ ചെയ്യുന്നില്ല. കാരണം നമുക്ക് മുൻകൂട്ടി ഓർഡർ കൺഫേം ആവുന്നതിനനുസരിച്ച്, കാരണം വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കല്ല ചെയ്യുന്നത്. അതൊരു മറ്റുള്ള ചില ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അതിൽ കുറേ കാറ്റലോഗൊക്കെ ഇറക്കി അവിടെ ഇവിടെയൊക്കെ വണ്ടികളിൽ അതിൻ്റെ ലിസ്റ്റ് അതിൽ ആഡ് ചെയ്തിട്ട് അത് ആവശ്യമുള്ളവർക്ക് എടുത്ത് കൊടുക്കുക. ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിയല്ല ചെയ്യുന്നത്. നിങ്ങൾ വണ്ടി വേണമെന്ന് പറഞ്ഞാൽ ഓർഡർ കൺഫേം ആക്കുമ്പോൾ നമ്മൾ എൻക്വയറി പോലും സ്റ്റാർട്ട് ചെയ്യുക. അതായത് എൻക്വയറി അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നല്ല ക്വാളിറ്റി കിടക്കുന്നത്, അതായത് കൊണ്ടുവന്നാലും നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല എന്ന് മെക്കാനിക്കലിയും ഫിസിക്കലിയും ഉറപ്പ് വരുന്ന വണ്ടികൾ. അത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ പേപ്പർ ഭാഗം കൂടി ഞാൻ നോക്കും. കാരണം എണ്ണം തയ്ക്കാൻ വേണ്ടി കച്ചവടം ചെയ്തിട്ട് ഓൾഡ് മോഡൽ, അതായത് പഴയ വാഹനങ്ങളൊക്കെ എടുത്ത് ലാസ്റ്റ് അത് പേപ്പർ കിട്ടാതെയൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് കേസുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മളെടുത്ത് ഒരു 2013 ഫോർച്യൂണർ എടുത്തു. അത് ഡേറ്റ് ചെയ്യുന്ന വണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ NOC ഇഷ്യൂ ആയി വരാൻ തന്നെ നല്ലൊരു എമൗണ്ട് നമുക്ക് ഏജൻറ്റിന് കൊടുക്കേണ്ടി വന്നു. പക്ഷേ അതിലെന്താ വെച്ചാൽ ഒരു ഉറപ്പ് ആ വണ്ടി തന്ന കസ്റ്റമർ നമ്മളോട് ത്രൂ പാർട്ടിയുടെ നിന്ന് എടുത്താൽ. അതുകൊണ്ട് തന്നെ കസ്റ്റമർ പറയുന്നത് എന്തെങ്കിലും കേസിൽ NOC ഇഷ്യൂ അല്ലെങ്കിൽ ഫുൾ പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്ത് ആ വണ്ടി അവർ തിരിച്ചെടുത്തോളത്. ക്ലയൻറ്റിനോട് അത് പറഞ്ഞു, ക്ലയൻറ്റ് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു റിസ്ക് എടുത്തത്. അപ്പോൾ നമുക്ക് എല്ലാ കേസിലും അങ്ങനെ റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് ഒരിക്കലും ഒരു ബിസിനസ്സായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ലാഭമോ നഷ്ടമോ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വർക്ക് ചിലപ്പോൾ ഫോളോ അപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റാഫിനെ വെച്ചാൽ സിമ്പിളായിട്ട് തീരാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ആ സ്റ്റാഫിനുള്ള സാലറി ഞാൻ കൊടുക്കേണ്ടി വരും. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടിയായിട്ട് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് പറ്റുന്ന പോലെ ചിലപ്പോൾ ഈ മാസം ചിലപ്പോൾ 2 വണ്ടിയായിരിക്കും ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ 1 വണ്ടിയായിരിക്കും ചെയ്യാൻ പറ്റുക. അതേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതും നമുക്ക് മുൻകൂട്ടി ഓർഡറൊക്കെ കൺഫേം ആക്കി തന്ന് ഓക്കെ എന്ന് പറയുന്ന ആളുകളുടെ മാത്രം നമ്മൾ ചെയ്യുന്നു. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് മറുപടി പെട്ടെന്ന് തന്നില്ല, അല്ലെങ്കിൽ വോയിസ് കോൾ ചെയ്തപ്പോൾ പെട്ടെന്ന് മറുപടി തന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവരോടോ എന്നോട് ദേഷ്യപ്പെടുന്നവരോടോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാനിതൊരു ബിസിനസ്സായിട്ടല്ല കാണുന്നത്. നമുക്ക് പറ്റുന്ന പോലെ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം എനിക്കും ഒരു കുടുംബമുണ്ട്, അതിൻ്റെ പുറമെ എനിക്ക് എൻ്റേതായ വേറെയും പല പരിപാടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്ത് പോയിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ക്ഷമിക്കുക. ഇതേപോലെ ഡൽഹി, ഹരിയാന, UP, പഞ്ചാബ് ഭാഗങ്ങളിൽ നിന്നൊക്കെ വണ്ടി എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഇപ്പോൾ നേരത്തെ സ്ക്രീനകത്ത് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്തും സ്ക്രോളിങ്ങിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അത് എൻ്റെ പേഴ്സണൽ നമ്പർ തന്നെയാണ്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ നിങ്ങൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾ എന്താണോ വണ്ടി വേണ്ടത് എങ്ങനെ എന്താണെന്നുള്ളത് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. ഞാൻ ആദ്യം തന്നെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന പ്രൈസ് റേഞ്ച് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നീട് വണ്ടിയുടെ ഓർഡർ കൺഫേം ആവുന്നതിനനുസരിച്ച് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കൂടാതെ നിങ്ങൾക്ക്
ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ നമ്മളതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിലും എന്നെ കൊണ്ട് പറ്റാവുന്നതാണ് തിരുത്തിക്കൊണ്ട് ഞാൻ വരും ദിവസങ്ങളിൽ വീഡിയോ കാര്യങ്ങൾ മാറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അതും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ വാട്സാപ്പിൽ അറിയുക ചെയ്താൽ ആ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ ഡൽഹി, ഹരിയാന, UP, പഞ്ചാബ് ഭാഗങ്ങളിലൊക്കെ വണ്ടികൾ എടുക്കുന്നത് ഇപ്പോൾ ഞാൻ മാത്രമൊന്നുമല്ലല്ലോ, ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നന്നായിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട്. അവിടെ വണ്ടികൾ എടുത്ത് നൽകുന്ന പണ്ട് മുതൽ അവിടെ ഒരുപാട് നല്ല മലയാളീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരാരെങ്കിലും വഴികൾ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. പിന്നെ ഞാൻ വണ്ടികൾ ഇൻസ്പെക്ഷൻ സർവീസ് ആയിട്ട് ചെയ്യുന്നില്ല. നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും വണ്ടി ഫൈൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വന്ന് ഇൻസ്പെക്ട് ചെയ്ത് വെച്ച് നമ്മൾ അങ്ങനെ ഇൻസ്പെക്ഷൻ സർവീസ് ആയിട്ട് ചെയ്യുന്നില്ല. കാരണം ഇവിടുന്ന് കയറുന്നതിന് മുമ്പേ നമ്മളെ കാര്യങ്ങളെല്ലാം പ്ലാൻഡ് ആയിരിക്കും. നമുക്ക് ഇന്ന ആളുകൾക്ക് വണ്ടി എടുക്കണം എന്ന് പറഞ്ഞ് അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ഇൻസ്പെക്ഷനോ കാര്യങ്ങളോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് വല്ല ടെക്നിക്കലി അല്ലെങ്കിൽ പേപ്പർ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ എനിക്ക് അറിയാവുന്ന സംശയങ്ങളാണ്, അതിനനുസരിച്ച് ഞാൻ അതിന് മറുപടി കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.